ഐസുകുട്ടി ഇത് ബീറ്റ്റൂട്ട് ഉണ്ട്. സോ ഇവിടെ ബീറ്റ്റൂട്ട് ആണോ ഇത്? സോ യാ സോ നമ്മൾ ആയി വരുന്നേ ഉള്ളൂ സോ അല്ലേ? നമുക്ക് മുളക് ഉണ്ട് ഇവിടെ. ഓ എവിടെയാ മുളക്? സോ ഇത് കണ്ടോ ഈ ഭാഗം. സോ അടാ മുളക്. ഓ ഈ ഭാഗമാണോ മുളക്? അതിലാണോ മുളക് വരുന്നേ? യാ സോ നമുക്ക് എന്താമേ ഇതെന്താ ഐസുകുട്ടി? അറിയില്ല. ഇത് പൊട്ടറ്റോ അല്ലേ നമ്മൾ കുഴിച്ചിട്ട് ഓർക്കണല്ലേ? പൊട്ടറ്റോ. സോ ഇതൊക്കെ പൊട്ടറ്റോവാ. തക്കാളി. സോ നോക്കണം അവിടെ. ഇതായിട്ടില്ല, ഇത് പൂ ഇട്ടിട്ടേ ഉള്ളൂ. യെസ് പൂവുണ്ട് എങ്ങനെ സൺഫ്ലവർ പോലെ. ഇത് ലെമനേഡ്. ലെമനാണോ? യാ നോക്ക് കണ്ടോ. സോ നമുക്ക് മറ്റൊരുണ്ട്. വാ ഇത് ഇഞ്ചി മുളിച്ചിട്ടു വെള്ളം ഇട്ട് എനിക്ക് ഇലയിടണം. സോ നമുക്ക് മണ്ണും ഇടും. സോ നമുക്ക് പുല്ല് നമ്മളിട്ട് ഇഞ്ചി മുളച്ചോ നോക്കിയാലോ ഐസുകുട്ടി? അമ്മ കണ്ടായിരുന്നു ഇവിടെ ഒരെണ്ണം മുളച്ചു. ദേ കണ്ടോ? സോ നമുക്ക് തൊടരുതട്ടാ. സോ ഒരെണ്ണമുണ്ട് എനിക്ക് മറ്റൊരു. നമുക്ക് കണ്ടുപിടിക്കാം, വെയിറ്റ് ചെയ്യും. സോ നമുക്ക് ട്രേഡ് വണ്ണുണ്ട്. പൈര ഇത്. സോ നമുക്ക് കണ്ടോ പൂക്കള അട പൈരക്ക് വന്നെ. ഓ ആണോ? പൂക്കളാണോ? സോ നമ്മള് വെള്ളം ഇപ്പൊ ചെടുപ്പിട്ട് നമുക്ക് ചെടുപ്പിട്ട് നമുക്ക് ഇതുണ്ട്. സോ ആക്ച്വലി ഡേർട്ടി കാട് മട്ടിങ്ങ. അതായിട്ടില്ല, മത്തങ്ങ ആവുന്നേ ഉള്ളൂ. മട്ടിങ്ങ ആയിട്ടില്ല. സോ അവിടെ കണ്ടോ ആ small thing red. So അടുത്ത് മൈദിങ്ങയുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് എന്തുണ്ട്? മരിങ്ങയോ വഴുതനങ്ങ. സോ നമുക്ക് ഇതുണ്ട്. സോ പഠിക്കാൻ പറ്റില്ല ഇപ്പൊ മൈദിങ്ങ ഒന്നുമില്ല. നമുക്ക് ബ്രോക്കോളി ഉണ്ട്. സീ ദാറ്റ് red. ബ്രോക്കോളി ആണോ? നോ. സോ ഇത് തക്കാളി അല്ലേ? തക്കാളി. സോ ആറ് സ്റ്റിൽ ഗ്രീനസ്. നമുക്ക് നോക്ക് കണ്ടോ കണ്ടോ നമ്മന്റെ ബ്രോക്കോളി. ശരിക്കും നിങ്ങൾ ഇപ്പൊ കാണുന്ന വീഡിയോയിലെ പച്ചക്കറിയൊക്കെ നട്ട ഇനിഷ്യൽ സ്റ്റേജിൽ എടുത്ത വീഡിയോസ് ആണ്. ഇതൊക്കെ ഇപ്പൊ വളർന്ന് കുറെ വിളവെടുപ്പും ഒക്കെ കഴിഞ്ഞിട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആക്കി കാണിക്കാം. ശരിക്കും നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മറ്റു കൺട്രീസിലോ ഒക്കെ ജനിച്ചു വളരുമ്പോൾ അവർക്ക് നാട്ടിലെ പച്ചക്കറിയുടെ ഫീലോ പച്ചക്കറി വളർത്തുന്നതിൻ്റെയൊക്കെ ഗുണങ്ങളോ ഒന്നും അത്രത്തോളം അവർക്ക് അറിവുണ്ടാവണമെന്നില്ലല്ലോ. എനിക്കാണെങ്കിലും പച്ചക്കറി എങ്ങനെ വളർത്തണമെന്നോ അതിനെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. പുതിയൊരു വീടെടുത്ത് മാറിയപ്പോഴേക്കും പച്ചക്കറിയൊക്കെ നട്ട് നോക്കിയാലോ എന്ന് കരുതി ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇസുകുട്ടിയാണെങ്കിലും കൂടെ വന്ന് പച്ചക്കറിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് ലുക്ക് ആഫ്റ്റർ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ്. അതിൽ പ്രത്യേകിച്ച് അവൾക്ക് പച്ചക്കറികളുടെ എല്ലാ പേരുകളും അറിയാം. എല്ലാം തിരിച്ചറിയാനൊക്കെ കാണുമ്പം അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കൃഷിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. നല്ലപോലെ കൃഷിയെ കുറിച്ചൊക്കെ അറിവുള്ള ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നെന്ന് അറിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്ത് അതൊക്കെ കാണിക്കാനും പിന്നെ ഇസുകുട്ടി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മച്ചിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ വന്ന് നിന്ന് ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും എപ്പോഴും TV ഒക്കെ ഇരുന്ന് കാണുന്നതൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവരതിൽ വന്നിരുന്ന് നമ്മുടെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അവർക്ക് അതിനോട് കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഹാപ്പിയാണ്. അവർക്കതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസുകുട്ടീനെ ഞാൻ കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറ്. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ബീട്രൂട്ടിൻ്റെ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി വളർന്നതിന് ശേഷം ഞാൻ പറിച്ചെടുത്തൊരു വീഡിയോ ആണ്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇപ്പുറത്ത് ഉള്ളിലൊഴിക്കുക ഒണിയനില്. ഇതാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ചെടി. നമ്മൾ നട്ടപ്പോൾ ഇങ്ങനെ ഇതിലും ചെറുതായിരുന്നു. ഇതിപ്പം വളർന്നൊരു
കുറച്ചായപ്പോൾ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ കാണുന്നത് ശരിക്കും വളർന്ന് ഗ്രോ ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വിളവെടുപ്പിന്റെ സമയം. അപ്പോൾ നമുക്കിത് വിളവെടുപ്പ് കണ്ടാലോ. ഇത് ശരിക്കും ഇങ്ങനെ മണ്ണിന്റെ മേളിലായിട്ടാണ് വളർന്നു നിൽക്കുന്നത് കണ്ടത് ബീട്രൂട്ടൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയാണോ വളരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പം നമുക്ക് കാണാനും പറ്റുമായിരുന്നു ഇത് വളർന്നു വരണേ. മണ്ണ് കുറവായത് കൊണ്ടാണോ പുറത്തോട്ട് വളർന്നു നിന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒത്തിരി ബീട്രൂട്ട് നമുക്ക് കിട്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ചുകൂടെ ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ നടണം, വിളവെടുപ്പിൻ്റെ സമയം, അല്ലെങ്കിൽ അതിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്, ഏതൊക്കെ വളമൊക്കെയാണ് ഇടുന്നത് എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ അറിയാം കേട്ടോ. ശരിക്കും ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് സമയം എന്ന് പറയുന്നത് ഈ വിളവെടുപ്പ് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണിത് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, പ്രത്യേകിച്ച് ഇസുക്കുട്ടിക്ക്. വെള്ളമൊക്കെ ഒഴിച്ച് ലുക്ക് ആഫ്റ്റർ ചെയ്താലും എപ്പോഴും ചോദിക്കും, അമ്മ എപ്പോഴാണ് ഇത് എടുക്കേണ്ടത്, ഇത് വളർന്നോ, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ തൈകളൊക്കെ മണ്ണിൽ നട്ട് വളർപ്പിച്ച് എന്നും വെള്ളമൊക്കെ ഒഴിച്ച് അത് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിന് വളമൊക്കെ ഇട്ട് അത് വലുതായി അതിൽ നിന്നൊരു ഫ്രൂട്ടോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഒക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യം തന്നെ കേട്ടോ. ശരിക്കും നമുക്കുള്ള സൗകര്യങ്ങളിൽ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സമയമില്ലാത്തതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ നമ്മൾ അത്രയും ബിസി ആയിട്ട് കഴിയുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ് റിലീഫ് പോലെയും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതെല്ലാം കൂടെ പറിച്ചെടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങും. അപ്പോൾ പിന്നെ കുറേ നാൾ ഇനി നിർത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ പറിച്ചെടുത്തത്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഫ്രണ്ട്സിനും കൊടുക്കും, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കും. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് പറിച്ചെടുത്തത് കേട്ടോ. നമ്മുടെ ഈ ബീട്രൂട്ടുകളെ എല്ലാം കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത്. ഇത് ശരിക്കും ഇസുക്കുട്ടിയുടെ ഒരു വാട്ടർ ടോയ് ആണ്. അത് ഞാൻ അടിച്ചു മാറ്റി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ അതിൽ തന്നെ അങ്ങ് വെച്ച് ക്ലീൻ ആക്കി എടുത്തതാട്ടോ. അപ്പോൾ ഇനി നമുക്കെല്ലാം ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കിയ നമ്മുടെ ബീട്രൂട്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബീട്രൂട്ടുകൾ, നല്ല രസമല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികൾ കാണാൻ ഭയങ്കര സന്തോഷമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പൊട്ടറ്റോയുടെയും തക്കാളിയുടെയും അതുപോലുള്ള മറ്റ് പച്ചക്കറികളുടെയൊക്കെ ഒരു വിളവെടുപ്പിന്റെ വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ.